ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളപ്പോൾ? നാട്ടിൽ നല്ല ചൂടാണല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഡൽഹിയിലുള്ള ഹുമയൂൺ ടൂംബ് കാണാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത് അവിടുത്തെ വിശേഷങ്ങളാണ്. റുമായ ഐസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഒരു റിക്ഷയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണിത്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഹുമയൂൺ ടോംബിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതായത് പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളിതാ ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊന്നും കാണാനൊന്നും പറ്റുന്നില്ല, നല്ല തിരക്കുണ്ട്. ഏകദേശം സമയം 2 മണിയൊക്കെ ആയി തോന്നുന്നു. ടൈം നോക്കിയില്ലേ? യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പൊന്നുമില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനുള്ളൊരു തത്രപ്പാടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും തോന്നുന്നില്ല വിശപ്പ്. അതുകൊണ്ട് ടൈം നോക്കിയിട്ടില്ല ഇത്ര നേരമായിട്ട്. നമ്മളിപ്പോൾ ഹുമയൂൺ ടോംബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുന്നിൽ പോകുന്ന 2 പേരുണ്ടല്ലോ, ഈ റെഡ് ക്യാപ്പ് ഇട്ടവർ, അവർ നമ്മുടെ കൂടെ വന്നവരൊന്നും അല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങ് സ്റ്റാർട്ടിങ് മുതൽ ഇവരിവിടെ വരെയുണ്ട്. ഈ ഒരു വാതിൽപ്പടി വരെ ഇവരുണ്ട്. അതുകൊണ്ട് മുന്നിൽ പെട്ടതുകൊണ്ട് യാദൃശ്ചികമായിട്ട് വീഡിയോയിൽ വന്നതാണ് കേട്ടോ, അല്ലാണ്ട് ഞങ്ങളുടെ കൂടെയില്ല, ആരുമല്ല. ഹുമയൂൺ ടോംബ് എന്ന പേരിൽ തന്നെയുണ്ട് ഇതെന്താണെന്നുള്ളത്. അതായത് മുഗൾ ചക്രവർത്തിമാരിൽ പ്രധാനിയായിട്ടുള്ള ഹുമയൂണിൻ്റെ ശവകുടീരാണിത്. ഇത് ന്യൂഡൽഹിയിലെ കിഴക്കേ നിസാമുദ്ദീൻ പ്രദേശത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്.
മുഗൾ വാസ്തുശൈലിയിലാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഈ ഒരു കെട്ടിടം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ശവകുടീരത്തിൻ്റെ ഇത്തരത്തിലുള്ള വാസ്തുശില്പ രീതി ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ് എന്നാണ് പറയപ്പെടുന്നത്. 1565 മുതൽ 1570 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു ശവകുടീരത്തിൻ്റെ പണി ഇവർ കഴിച്ചിട്ടുള്ളത്. ഹുമയൂണിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിധവയായിരുന്ന ഹമീദ ബാനു ബേഗമാണ് ഈ ഒരു ശവകുടീരത്തിൻ്റെ നിർമ്മാണത്തിന് ഉത്തരവിട്ടത് എന്ന ഒരു പ്രത്യേകത കൂടി ഈ ഒരു കെട്ടിടത്തിനുണ്ട്. അതുപോലെ തന്നെ ഹുമയൂണിൻ്റെ കല്ലറക്ക് പുറമെ പ്രധാന കെട്ടിടത്തിലും അനുബന്ധ കെട്ടിടങ്ങളിലുമായി ഒട്ടനവധി കല്ലറകളും അതുപോലെ നമസ്കാര പള്ളികളും സ്ഥിതി ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ശവകുടീര സമുച്ചയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശവകുടീര സമുച്ചയത്തിന് മുഗളരുടെ കിടപ്പിടം എന്നൊരു പേര് കൂടിയുണ്ട്. വിശാലമായ ഒരു ചഹാർബാഗിൻ്റെ മധ്യത്തിലായിട്ടാണ് ഈ ഒരു ശവകുടീരത്തിലെ പ്രധാന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഹഷ്ടഭിഹിഷ്ട എന്നറിയപ്പെടുന്ന കെട്ടിട നിർമ്മാണ ശൈലിയാണ് ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. 8 പർദീസുകൾ എന്നാണ് ഈ ഹഷ്ടഭിഹിഷ്ട എന്നതിന് അർത്ഥം. മധ്യത്തിൽ വിശാലമായ ഒരു മുറിയും അതിനു ചുറ്റുമായും 8 മുറികളും അടങ്ങുന്നതാണ് ഈ ഒരു രൂപകൽപ്പന. വെണ്ണക്കല്ല് കൊണ്ടുള്ള വലിയ മകുടത്തിനു മുകളിലെ പിച്ചള കൊണ്ടുള്ള കൂർത്ത ഭാഗത്തിന് തന്നെ 6 മീറ്ററോളം ഉയരമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കരിങ്കല്ലടുക്കിയിട്ട് പണിതിട്ടുള്ള കെട്ടിടത്തിൻ്റെ ബാഹ്യഭാഗം മുഴുവനും ചുവന്ന മണൽക്കല്ലുകളും വെണ്ണക്കല്ലുകളും ഉപയോഗിച്ച് ആണ് ഭംഗിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്ര വൻതോതിൽ മണൽക്കല്ലും വെണ്ണക്കല്ലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ സ്മാരകം എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു ടോംബിനുണ്ട്. ഈ ഒരു കെട്ടിടത്തിന് മുകളിലുള്ള ചെറിയ മകുടങ്ങളിലായിട്ട് മുൻപ് നീല നിറത്തിലുള്ള ഓട് പതിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ലോകാത്ഭുതമായ താജ്മഹലിൻ്റെ രൂപകൽപ്പന ഈ കെട്ടിടത്തിനോട് വളരെയേറെ സാദൃശ്യങ്ങളുണ്ട് എന്നും പറയപ്പെടുന്നു. ഈ ഒരു പ്രധാന കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് വിശാലമായിട്ടുള്ള തളത്തിൽ ഹുമയൂണിൻ്റെ കല്ലറ കാണാൻ പറ്റും. ഈ ഒരു കെട്ടിടത്തിൻ്റെ ചുറ്റുമായിട്ടുള്ള മുറികളിൽ മറ്റ് മുഗൾ പ്രമുഖന്മാരുടെ കല്ലറകളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഹുമയൂണിൻ്റെ ഭാര്യയായിട്ടുള്ള ഹമീദ ബേഗത്തിൻ്റെയും ഷാജഹാൻ്റെ പുത്രനായ ദാരാ ഷിക്കോ, പിൽക്കാല ചക്രവർത്തിമാരായിട്ടുള്ള ജഹന്തർ ഷാ, ഫാറൂഖ് സിയാർ, റഫീഉൽ ദർജിദ് അങ്ങനെയുള്ള കുറേ പേരുടെ കല്ലറകളും ഇതിനോട് ചേർന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഈ ഒരു കെട്ടിടത്തിൻ്റെ പുറത്തുള്ള തട്ടിലും തട്ടിൻ്റെ വശങ്ങളിലുമായിട്ടുള്ള അനേകം അറകളിലുമായിട്ട് അനവധി കല്ലറകൾ കാണാൻ പറ്റും നമുക്ക്. പ്രധാന കെട്ടിടത്തിന് ചുറ്റുമുള്ള സമചതുരാകൃതിയിലുള്ള തോട്ടത്തിന് 4 വശത്തും കവാടങ്ങളുണ്ട്. പക്ഷേ ഇതിൽ പടിഞ്ഞാറ് വശത്തുള്ള കവാടമാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ കവാടത്തിലൂടെയാണ് സഞ്ചാരികൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്.
16 മീറ്റർ ഉയരമുള്ള ഒരു കവാടത്തിൻ്റെ വശങ്ങളിലും മുകളിലെ നിലയിലും മുറികളുണ്ട്. എന്നാൽ മുഗൾ ഭരണകാലത്ത് തെക്കുവശത്തുള്ള കവാടത്തിനാണ് ഈ കവാടത്തേക്കാൾ പ്രധാനമുണ്ടായിരുന്നത്. തെക്കേ കവാടം രാജകീയ കവാടം എന്നറിയപ്പെടുന്നു. തോട്ടത്തിലെ വെള്ളച്ചാലുകൾക്കാകെ 3 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അപ്പോൾ ഹുമയൂൺ ടോംബിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക്